ഗൈസ്. അങ്ങനെ മഴയൊക്കെ മാറിയിരിക്കുന്ന വെയിൽ വന്നു. ഇനി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. പൂച്ചക്കുട്ടന്മാരൊക്കെ പുറത്തിറങ്ങി നടക്കുന്നു. മഴയൊക്കെ മാറിയല്ലോ. പാവക്കുട്ടിങ്ങനെ കളിക്കുകയാണ് ഗൈസ്. മഴയായതുകൊണ്ട് 2 ദിവസം വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയായിരുന്നല്ലോ. പാവക്കുട്ടൻ അങ്ങനെ പുറത്തിറങ്ങി അങ്ങനെ കളി തുടങ്ങി. പിന്നെ ഓട്ടോറിക്ഷ അല്ലേ? എന്ത് സാധനം ഇത്? ട്രെയിനാണ്. വെയിലത്ത് മാറി കളി. ഇത് തള്ളത്ത് നിന്ന് കളിക്കും. എന്നാലും തനിക്ക് മൂക്കടപ്പും ജലദോഷമൊക്കെ ഉള്ളതല്ലേ. ആ പൂച്ചക്കുട്ടൻ്റെ കഴുത്തിൽ എന്ത് പറ്റി? വേറെ പൂച്ചയായിട്ട് കടി പിടിച്ചാന്നോന്നല്ലേ പൂച്ചക്കുട്ടൻ്റെ കഴുത്തിലൊക്കെ എന്തോ. കുളിക്കണ്ടേ ഇനി? കുളിച്ചും എടുക്കാനായിട്ടൊരു അച്ഛൻ കറങ്ങാനൊക്കെ കൊണ്ടുപോകും. കുളിക്കാം നമുക്ക്. കുളിക്കാൻ ആൾക്ക് മടിയാണ് ഗൈസ്. പുതിയ സോപ്പുണ്ട്. പുതിയ സോപ്പ് വെച്ച് നമുക്ക് കുളിക്കാം. കുളിക്കാം. എന്നാലും ഇവിടെ ഒന്നും വലുതായിട്ടൊന്നും അങ്ങനെ ബാധിക്കാറില്ല ഗൈസ്. പക്ഷേ TV-യിലൊക്കെ ഓരോ ന്യൂസൊക്കെ കാണുമ്പോൾ ശരിക്കും സങ്കടം വരും. വെള്ളമൊക്കെ കയറി എല്ലാവരുടെ സാധനവും പിന്നെ ഒക്കെ നശിഞ്ഞൊക്കെ. അപ്പം ഒക്കെ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ് ഗൈസ്. ഏതായാലും വെയിൽ വന്നു. സമാധാനം. ഇങ്ങനെ മഴ പെയ്തോട്ടെ. പക്ഷേ ഇങ്ങനെ മഴക്കെടുതികളൊന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ്റെ പ്രവർത്തനം മൂലമാണ് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചും ഒക്കെ ആണ് ഇതിനൊക്കെ കാരണം. പണ്ടൊക്കെ ഇത്രയൊന്നും മഴക്കെടുതിയൊന്നും ഇല്ലായിരുന്നു തോന്നി. ഇപ്പോഴാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ. ദൂരത്തുനിന്ന് അവിടെ നടക്കാം. പൊന്നപ്പൻ്റെ വീട് വരെ നടക്കുമ്പോൾ ഗൈസ്. ഇതാണ് പാവക്കുട്ടൻ്റെ കൂട്ടുകാരൻ പൊന്നപ്പൻ്റെ വീട്. പൊന്നപ്പനല്ല, അൻകിതല്ലേ മോനെ? അൻകിത് എന്നല്ലേ പേര്? പൊന്നിൻ്റെ പേരെന്നാണ്? അഭിനന്ദ്. ഇനി അടുത്ത് തന്നെ പെരവസ്തുലി ഉണ്ടാവും ഗൈസ്. അബീന്ന് വിളിക്കുക. അബീന്നല്ലേ കൂട്ടുകാരൊക്കെ വിളിക്കണേ. വെയിലത്തോട്ട് പോകണ്ട പോലെ തളർത്തി നിൽക്കാം ഗൈസ്. ഞങ്ങളുടെ വീടിനടുത്തുള്ള ചെറിയ കാട് കണ്ടോ ഗൈസ്? ഇവിടെ അത് വൈകുന്നേരം പോവാം. ഇവിടെ ഉടുമ്പുണ്ട്. ഉടുമ്പ്, കീരി, പാമ്പ്, ചേര എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട് ഗൈസ്. അല്ലേ പിന്നെ? പാമ്പ് ഒഴുകിപ്പോകും. പാമ്പുണ്ട്. എല്ലാ സാധനവും ഉണ്ട് അവിടെ. വെയിലത്തുനിന്ന് മാറുമെന്നോ? അത് ചുമ. ഇത് തള്ളത്ത് ഓടിക്കാൻ പാ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.